അക്കൗണ്ടൻസിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ തിയറി സെഷൻ ഒരു ക്ലാസ് നോക്കിയിരുന്നു. അതിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോയിന്റുകൾ: വാട്ട് ഈസ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, ദെൻ വാട്ട് ആർ ദി റൈറ്റ്സ് അക്വയർഡ് ബൈ ദി ന്യൂ പാർട്ട്ണർ, ദെൻ അക്കൗണ്ടിംഗ് ആപ്ലിക്കേഷൻസ് ഇൻ ദ കേസ് ഓഫ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. ഇത്രയും പോയിന്റുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അഡ്മിഷൻ എന്താണ് എന്നുള്ളത് പറഞ്ഞിരുന്നു. പുതുതായിട്ട് ബിസിനസ്സിലേക്ക് ഒരു പാർട്ട്ണർ വരുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന റൈറ്റുകൾ പറഞ്ഞിരുന്നു. അതേപോലെ നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്ന അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റുകൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ ഫസ്റ്റ് അക്കൗണ്ടിംഗ് പോയിന്റ് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഫസ്റ്റ് പോയിന്റ് ക്യാപിറ്റൽ ഓഫ് ദി ന്യൂ പാർട്ട്ണർ. പുതിയ പാർട്ട്ണർ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ വരുന്ന അക്കൗണ്ടിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓർ അക്കൗണ്ടിംഗ് എൻട്രിയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. പുതിയ ന്യൂ പാർട്ട്ണർ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ അത് ക്യാഷ് ആയിട്ടോ കൈൻഡ് ആയിട്ടോ കൊണ്ടുവരാം. ക്യാഷ് ആണെങ്കിൽ എൻട്രി പറഞ്ഞിരുന്നു, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ദെൻ ക്യാപിറ്റൽ ഇൻ ദ ഫോം ഓഫ് കൈൻഡ് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഈ എൻട്രിയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ദെൻ സെക്കൻഡ് പോയിന്റിലേക്ക് വരുന്നു. സെക്കൻഡ് അക്കൗണ്ടിംഗ് ആപ്ലിക്കേഷൻ കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ. ഇതാണ് സെക്കൻഡ് വരുന്ന അക്കൗണ്ടിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്, കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ. നമുക്ക് ഈ ചാപ്റ്ററിൽ ടോട്ടൽ ഡിസ്കസ് ചെയ്യേണ്ട പോയിന്റുകൾ അക്കൗണ്ടിംഗ് ആപ്ലിക്കേഷൻസ് 7 അക്കൗണ്ടിംഗ് അഡ്ജസ്റ്റ്മെൻറ്റുകളാണുള്ളത്. അതിൽ സെക്കൻഡ് പോയിന്റ് ആണ് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ. ദെൻ അവിടെ കാണാം കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ. ഇൻകമിംഗ് പാർട്ട്ണർ അക്വയേഴ്സ് ഹിസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം ദി ഓൾഡ് പാർട്ട്നേഴ്സ്. ബിസിനസ്സിലേക്ക് പുതുതായിട്ട് ഒരു പാർട്ട്ണർ വരുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഷെയർ, അത് ഓൾഡ് പാർട്ട്നേഴ്സ് അവരുടെ കയ്യിൽ നിന്നും ഓൾഡ് പാർട്ട്നേഴ്സ് നൽകുന്ന ആ ഒരു പോർഷനാണ് ഇൻകമിംഗ് പാർട്ട്ണർക്ക് അല്ലെങ്കിൽ പുതിയ പാർട്ട്ണർക്ക് കിട്ടുന്ന ഷെയർ എന്ന് പറയുന്നത്. അവിടെ കാണാം ഇൻകമിംഗ് പാർട്ട്ണർ അക്വയർ. എങ്ങനെ അക്വയർ ചെയ്യുന്നു? ഹിസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം ദി ഓൾഡ് പാർട്ട്നേഴ്സ്. അപ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സിന്റെ കയ്യിൽ നിന്നുമാണ് അവരുടെ ഷെയർ അക്വയർ ചെയ്യുന്നത്. ദെൻ ന്യൂ റേഷ്യോ ഈസ് ഡിറ്റർമിൻഡ് ബൈ കൺസിഡറിംഗ് ഹൗ ദ ന്യൂ പാർട്ട്ണർ അക്വയേഴ്സ് ഹിസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം ദി ഓൾഡ് പാർട്ട്നേഴ്സ്. നമുക്ക് ഇവിടെ ഈ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്നുള്ള ചാപ്റ്ററിൽ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കേണ്ടി വരും. പുതുതായിട്ട് ബിസിനസ്സിലേക്ക് ഒരു പാർട്ട്ണർ വരികയാണ്. ഓക്കെ, അപ്പോൾ ന്യൂ റേഷ്യോ ഇസ് ഡിറ്റർമിൻഡ് ബൈ കൺസിഡർ ചെയ്യാണ് ഹൗ ദ ന്യൂ പാർട്ട്ണർ അക്വയേഴ്സ്. എങ്ങനെയാണ് പുതിയ പാർട്ട്ണർക്ക് വേണ്ടി പഴയ പാർട്ട്നേഴ്സ് അവരുടെ ഷെയർ കൊടുത്തത് എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നു. അക്വയേഴ്സ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം ദി ഓൾഡ് പാർട്ട്നേഴ്സ്. ഓൾഡ് പാർട്ട്നേഴ്സിൽ നിന്നും അല്ലെങ്കിൽ പഴയ പാർട്ട്നേഴ്സിൽ നിന്നും പുതിയ പാർട്ട്ണർ എങ്ങനെ ഷെയർ അക്വയർ ചെയ്തു, അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 5 മെത്തേഡ്സ് പറയുന്നുണ്ട്. അതാണ് താഴെ പറയുന്ന പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞ് കാണാൻ പോകുന്ന ആ 5 പോസിബിലിറ്റിയാണുള്ളത്. 5 രീതിയിലാണ് നമ്മളിവിടെ അക്കൗണ്ടിങ് അല്ലെങ്കിൽ പുതിയ പാർട്ട്ണർ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ 5 പോസിബിലിറ്റിയെ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ഓരോ പോസിബിലിറ്റിയും 1 by 1 ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അവിടെ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് സ്ലൈഡ് കാണാം. അപ്പോൾ ആ പോയിന്റ് വൈസ് നമുക്ക് ഓരോ എക്സാമ്പിൾ നോക്കിക്കൊണ്ട് നമുക്ക് തന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ 5 പോസിബിലിറ്റിയും ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഓരോ പോയിന്റ് വൈസ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് സാധ്യത പറയുന്നു, പോസിബിലിറ്റി പറയുന്നു, ഹി മേ അക്വയർ ഇറ്റ് ഫ്രം ദ ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ ദ ഓൾഡ് റേഷ്യോ. ഹി മേ അക്വയർ എന്ന് പറഞ്ഞാൽ പുതിയ പാർട്ട്ണറാണ്. പുതിയ പാർട്ട്ണർ അക്വയർ ചെയ്യുന്നു ഓൾഡ് പാർട്ട്നേഴ്സിൽ നിന്നും ഓൾഡ് റേഷ്യോയിൽ അക്വയർ ചെയ്യുന്നു. അതെങ്ങനെയാണെന്നുള്ളത് എക്സാമ്പിൾ കാണാം. ദെൻ സെക്കൻഡ് പോസിബിലിറ്റി പറയുന്നു ഈക്വലി ഫ്രം ദി ഓൾഡ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ പഴയ പാർട്ട്നേഴ്സിൽ നിന്നും ഈക്വൽ ആയിട്ട് ഷെയർ അക്വയർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എയും ബിയും ആണ് പഴയ പാർട്ട്നേഴ്സ്. നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കുന്നു, എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ്. അപ്പോൾ എയും ബിയും പാർട്ട്നേഴ്സ് ആയിരുന്നു. ആ ബിസിനസ്സിലേക്കാണ് സി വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ എയും ബിയും തീരുമാനിക്കുകയാണ് സിക്ക് നമുക്ക് തുല്യമായിട്ട് ഷെയർ കൊടുക്കാം. അതാണ് 1:1 എന്ന് കാണുന്നത്. അപ്പോൾ ഈക്വൽ ആയിട്ട് ഇപ്പോൾ എ ഒരു ഷെയർ കൊടുക്കുന്നു, അതേപോലെ ബി ഒരു ഷെയർ കൊടുക്കുന്നു. അങ്ങനെ സിക്ക് ആ ഒരു ഷെയർ കിട്ടുന്നു. അത് നമുക്ക് എക്സാമ്പിൾ കാണാം. അതാണ് സെക്കൻഡ് പോസിബിലിറ്റി, ഈക്വലി ഫ്രം ദി ഓൾഡ് പാർട്ട്നേഴ്സ്. ഓൾഡ് പാർട്ട്നേഴ്സ് 2 പേരും തുല്യമായിട്ട് തന്നെ ഷെയർ കൊടുക്കുന്നു. അതാണ് കാണുന്നത്. ഓക്കെ, ദെൻ തേർഡ് പോയിന്റ് പറയുന്നു, തേർഡ് പോസിബിലിറ്റിയാണ് അറ്റ് സം എഗ്രീഡ് റേഷ്യോ.
ഒരു പ്രത്യേക റേഷ്യോയിലാണ് ഷെയർ, ഈക്വൽ ആയിട്ടല്ല, ഒരു പ്രത്യേക റേഷ്യോയിൽ എയും ബിയും കൂടി ബിക്ക് വേണ്ടി ഷെയർ ചെയ്യുകയാണ്. അതാണ് മേളിൽ കാണുന്ന 2:3 എന്ന് കാണാം. 2:3 എന്ന് പറഞ്ഞാൽ എ ബിക്ക് വേണ്ടി എ 2/5 ഷെയർ കൊടുക്കുന്നു. ഉള്ള ഷെയറിന്റെ 2:3 എന്ന് പറഞ്ഞാൽ 2/5ഉം അതേപോലെ 3/5ഉമാണ് 2:3 എന്ന് പറഞ്ഞാൽ. അപ്പോൾ സിക്ക് വേണ്ടി എ 2 പോർഷനും അതേപോലെ ബി 3 പോർഷനും കൊടുക്കുന്നു. അതെല്ലാം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതാണ് മൂന്നാമത് വരുന്ന പോസിബിലിറ്റി. ദെൻ ഫോർത്ത് പോസിബിലിറ്റി നോക്കുക. ഹി മേ അക്വയർ ഇറ്റ് ഓൺലി ഫ്രം 1 or more പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ പുതിയ പാർട്ണറായ സി ഒരാളുടെ കയ്യിൽ നിന്നും 1 or 2 പാർട്ട്നേഴ്സിന്റെ കയ്യിൽ നിന്നും ഫുള്ളായിട്ടും ഷെയർ അക്വയർ ചെയ്യുന്നു. ഇപ്പോൾ 2 പാർട്ട്നേഴ്സ് ഉണ്ട്, എയും ബിയും പാർട്ട്നേഴ്സും ഉണ്ട് എങ്കിൽ സി ബിസിനസ്സിലേക്ക് വരുമ്പോൾ അതിൽ എ ആണ് സിക്ക് വേണ്ടി ഫുൾ ഷെയറും കൊടുത്തത്. ബി ഒന്നും സഫർ ചെയ്യുന്നില്ല, ബി സാക്രിഫൈസ് ചെയ്യുന്നില്ല. അപ്പോൾ എ എന്ന് പറഞ്ഞ പാർട്ണർ സിക്ക് വേണ്ടി ഫുൾ ഷെയറും കൊടുക്കുകയാണ്. അപ്പോൾ എയുടെ ഉണ്ടായിരുന്ന ഷെയറിൽ നിന്നുമാണ് സിക്ക് വേണ്ടി എ ഫുൾ ഷെയറും കൊടുത്തിരിക്കുന്നത്. ബിയുടെ ഷെയർ, ആ സിറ്റുവേഷനിൽ ബിയുടെ ഷെയർ അതേപോലെ തന്നെ അസിസ്റ്റ് ചെയ്യും, ബിക്ക് ഒന്നും നഷ്ടപ്പെടുന്നില്ല. ഓക്കെ, അതാണ് ഫോർത്ത് കേസ് പറയുന്നത്. ദെൻ ലാസ്റ്റ് കേസ് പറയുന്നു ഹി മേ അക്വയർ ഇറ്റ് ഇൻ ദ ഫോം ഓഫ് സർട്ടൻ ഫ്രാക്ഷൻ ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഫ്രാക്ഷൻ ബേസിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക, നമ്മളവിടെ താഴെ എക്സാമ്പിൾ കാണാം, എ സറണ്ടേഡ് 1/32 എന്നും അതേപോലെ ബി സറണ്ടേഡ് 3/32 എന്ന് പറഞ്ഞ് ആ ഒരു പ്രത്യേക റേഷ്യോയിലും ഈ പറഞ്ഞതുപോലെ സിക്ക് വേണ്ടി എയും ബിയും സഫർ ചെയ്യുന്നു അല്ലെങ്കിൽ സാക്രിഫൈസ് ചെയ്യുന്നു. ഇങ്ങനെ 5 സിറ്റുവേഷനാണ് ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റുകൾ. അതിൽ ഫസ്റ്റ് സിറ്റുവേഷൻ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് കാണാം. അപ്പോൾ ഇവിടെ ഈ ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഡ്മിഷൻ ചാപ്റ്ററിന്റെ ബേസ് ആണ് നാം കാണാൻ പോകുന്ന കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ എന്നുള്ളത്. ഈ ന്യൂ റേഷ്യോയുടെ ബേസിലാണ് നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് പോയിന്റായ സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ 5 മെത്തേഡ്സും ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിൾ മെത്തേഡുകളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് കേസിലേക്ക് പോകാം. ദെൻ എന്തിനു വേണ്ടിയാണ് ന്യൂ റേഷ്യോ കണ്ടുപിടിക്കുന്നത്? ഇപ്പോൾ നിലവിൽ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് എയും ബിയുമാണ്. എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഓൾഡ് പാർട്ട്നേഴ്സ് എയും ബിയുമാണ്. അവർ വളരെ സ്മൂത്തായിട്ട് ബിസിനസ് റൺ ചെയ്ത് കൊണ്ടുപോകുമായിരുന്നു, ബിസിനസ് മുന്നോട്ട് പോകുമായിരുന്നു. അപ്പോഴാണ് ബിസിനസ്സിലേക്ക് സി എന്ന് പറയുന്ന പാർട്ട്ണർ വരുന്നത്. അപ്പോൾ ഇനി സി വരുമ്പോൾ ഇനിയുള്ള ഷെയറുകളെല്ലാം അവിടെ എഗ്രിമെന്റ് അവിടെ മാറിപ്പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവിടെ എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ എന്ന് പറയുന്നത് എയും ബിയും പാർട്ട്നേഴ്സ് ആയിരുന്നു. അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണെന്ന് നിങ്ങളൊന്ന് അസ്യൂം ചെയ്യുക. 1:1 ആണ് എന്ന് പറഞ്ഞാൽ 1/2 എക്ക് 1/2 കിട്ടും, അതേപോലെ ബിക്ക് 1/2 കിട്ടും. എത്ര പ്രോഫിറ്റ് അവർ ഓരോ വർഷവും കിട്ടുന്ന പ്രോഫിറ്റിന്റെ 1/2 പോർഷൻ എക്കും അതേപോലെ 1/2 പോർഷൻ ബിക്കും ഉള്ളതാണ്. 1/2 എന്ന് പറഞ്ഞാൽ ഹാഫ് എക്കും അതേപോലെ ഹാഫ് ബിക്കും കിട്ടുമായിരുന്നു. എക്സാമ്പിൾ ഒരു 100 രൂപയാണ് ബിസിനസ്സിന് പ്രോഫിറ്റ് വരുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് 50 രൂപ എക്കും അതേപോലെ 50 രൂപ ബിക്കും കിട്ടുകയായിരുന്നു. അപ്പോഴാണ് ബിസിനസ്സിലേക്ക് ആര് വരുന്നത്? സി എന്ന് പറഞ്ഞ പാർട്ട്ണർ വരുന്നത്. ഓക്കെ, അപ്പോൾ പിന്നീട് കിട്ടുന്ന പ്രോഫിറ്റിന്റെ പോർഷൻ ഷെയർ ആർക്കും കൂടി കൊടുക്കണം? സിക്കും കൂടി കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് സിക്ക് എത്ര കൊടുക്കേണ്ടി വരുന്നു? അപ്പോൾ സിക്ക് ഷെയർ പോകുമ്പോൾ എയുടെയും ബിയുടെയും ഷെയറിൽ അല്ലെങ്കിൽ റേഷ്യോയിൽ ചേഞ്ച് വരും, ഓട്ടോമാറ്റിക്കായിട്ട് വരും. കറക്റ്റ് അല്ലേ? അപ്പോൾ നമുക്ക് 1:1 ആയിരുന്നു, അതിങ്ങനെ തുല്യമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊണ്ടുപോയിരുന്നതായിരുന്നു അവർ. അപ്പോൾ സി അവിടെ കടന്നു വരുമ്പോൾ സി എന്ന് പറഞ്ഞ പാർട്ട്ണർക്ക് കൂടി ഈ എയും ബിയും എമൗണ്ട് പേ ചെയ്യേണ്ടി വരുമ്പോൾ അവരുടെ ഷെയറിൻ്റെ അകത്ത് ഒരു റിഡക്ഷൻ സംഭവിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടി വരുന്നത്? ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ 1:1 എന്നുള്ളത് നമുക്ക് റേഷ്യോ അവരുടെ മാറിപ്പോകുന്നു, ഒരു പ്രത്യേക റേഷ്യോയിലേക്ക് മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ ആ സിറ്റുവേഷനിലാണ് ന്യൂ റേഷ്യോ കണ്ടുപിടിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് കേസ് പറയുന്നു ഹി മേ അക്വയർ ഇറ്റ് ഫ്രം ദി ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ ദി ഓൾഡ് റേഷ്യോ. അപ്പോൾ ഓൾഡ് റേഷ്യോയിൽ നിലവിൽ ഹി മേ അക്വയർ എന്ന് പറഞ്ഞാൽ ന്യൂ പാർട്ട്ണർ മേ അക്വയർ ഇറ്റ് ഫ്രം ദി ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ ദ ഓൾഡ് റേഷ്യോ. ഓൾഡ് റേഷ്യോയിൽ പുതിയ പാർട്ട്ണർ ഷെയർ അക്വയർ ചെയ്യുമ്പോൾ ആ വരുന്ന റേഷ്യോയിൽ വരുന്ന ചേഞ്ചസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസിലെ എക്സാമ്പിൾ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ കാണാം. എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2.
C is admitted for 1/6th share of profits. Calculate new ratio. അപ്പോൾ നമ്മൾ അഡ്മിഷൻ ഓഫ് എ പാർട്ണർ എന്നുള്ള ചാപ്റ്ററിൽ മൊത്തം 5 സിറ്റുവേഷൻ പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് കേസാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു എക്സാമ്പിൾ കാണാം. ഇവിടെ നമ്മൾ പറയുന്ന എക്സാമ്പിൾ ഇതാണ്. എയും ബിയും പാർട്ട്നേഴ്സ് ആയിരുന്നു. അവർ എന്ത് ചെയ്യുന്നു? അവർ ഓൾഡ് പാർട്ട്നേഴ്സ് ഷെയർ ചെയ്യുന്ന റേഷ്യോ പറയുന്നുണ്ട്. 3:2 ആയിരുന്നു റേഷ്യോ. സി ആണ് പുതിയ പാർട്ട്ണർ. സി അഡ്മിറ്റ് ചെയ്യാണ്. 1/6th ഷെയർ സിക്ക് കൊടുത്തുകൊണ്ട് സിയെ ഫാമിലിയിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെയാണ് എങ്കിൽ ഈ ഓൾഡ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ എയുടെയും ബിയുടെയും സിയുടെയും ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. ഇതാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പോൾ ഇതേപോലെ ഉള്ള ക്വസ്റ്റ്യൻസുകൾ എക്സാമിനേഷന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ മെത്തേഡിൽ നിന്നും ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ഷുവറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ കേസായിട്ട് ഓരോ ക്വസ്റ്റ്യൻ നമുക്ക് ഓരോ എക്സാമ്പിൾ കണ്ടുപോകാം. ദെൻ നോക്കാം. അപ്പോൾ എയും ബിയും പാർട്ട്നേഴ്സ് ആയിരുന്നു. അപ്പോൾ ഞാനിവിടെ എഴുതുകയാണ് ഓൾഡ് പാർട്ട്നേഴ്സ്. ആൻസർ ചെയ്യുന്നു നോക്കിക്കൊള്ളുക. ഓൾഡ് പാർട്ട്നേഴ്സ് എ ആൻഡ് ബി. ഓക്കെ, ദെൻ അവരുടെ ഷെയർ പറയുന്നുണ്ട് 3:2. അപ്പോൾ എയുടെയും ബിയുടെ ഷെയർ എത്രയാണ്? 3:2. 3:2 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 3:2. 3:2 മീൻസ് 3/5 ആൻഡ് 2/5. കറക്റ്റ് അല്ലേ? 3/5 ആൻഡ് 2/5. അതാണ് 3:2 എന്ന് നമ്മൾ അത് റെക്കോർഡ് ചെയ്യുന്നത്. 3/5 ആൻഡ് 2/5. 3 + 2 5. 3/5 ആൻഡ് 2/5. ഓക്കെ, ദെൻ ന്യൂലി അഡ്മിറ്റഡ് പാർട്ട്ണർ. ആരാണ് പുതിയ പാർട്ട്ണർ? ന്യൂലി അഡ്മിറ്റഡ് പാർട്ട്ണർ സി. ദെൻ ഓക്കെ, സീസ് ഷെയർ. സി ആണ് പുതിയ പാർട്ട്ണർ. സിയുടെ ഷെയർ പറയുന്നുണ്ട് 1/6. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1/6 ആണ് സിയുടെ ഷെയർ എന്ന് പറയുന്നു. അപ്പോൾ 1/6, അതായത് 6ൽ ഒരു പോർഷൻ കൊടുത്തുകൊണ്ടാണ് സി എ ഫേമിലേക്ക് ഓൾഡ് പാർട്ട്നേഴ്സ് അഡ്മിറ്റ് ചെയ്തത്. മൊത്തം 6ൽ ഒരു പോർഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നോക്കാം. ഒരു വലിയ പീസ് അതിൻ്റെ 6 പോർഷനാണ് ഡിവൈഡ് ചെയ്യാണ്. 1 2 3 4 5 6. 1 2 3 4 5 6. അപ്പോൾ ഇങ്ങനെ 6 പോർഷൻ ഉള്ളതിൽ ഒരു പോർഷനാണ് സിക്ക് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, 6ൽ 1 സിക്ക് കൊടുത്തിരിക്കുന്നത് എങ്കിൽ അവിടെ പിന്നെ ബാലൻസ് പോർഷൻ ഉണ്ടല്ലോ. എത്രയാണ് ബാലൻസ് പോർഷൻ? ബാലൻസ് പോർഷൻ എത്രയായിരിക്കും? ബാലൻസ് പോർഷൻ 5 ഇല്ലേ? 6ൽ 1 കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ബാലൻസ് എത്രയുണ്ട്? 5 ഇല്ലേ അവിടെ? 5/6 ബാലൻസ് പോർഷനാണ്. 5/6 ബാലൻസ് പോർഷൻ. ഓക്കെ, അപ്പോൾ നോക്കാം. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞതാണത്. അപ്പോൾ നമ്മുടെ ആൻസറിലേക്ക് വരുന്നു. അപ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സ് എ ആൻഡ് ബി ഷെയർ 3:2. ദെൻ ന്യൂലി പാർട്ട്ണർ സി ആണ് 1/6 ഷെയർ കൊടുത്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നോക്കാം. നമ്മൾ ഇവിടെ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഈ മെത്തേഡ് പ്രകാരം നമുക്ക് എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണത് വരുന്നത്? ഞാനിവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് ഇവിടെ നോക്കാം. ഞാനിവിടെ ഒന്ന് ടോട്ടൽ പ്രോഫിറ്റ് 1 ആയിട്ട് അസ്യൂം ചെയ്യാണ്. ടോട്ടൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 1. മൊത്തം പ്രോഫിറ്റ് 1 ആയിരുന്നു. അതിൽ നിന്നും 1/6, 6ൽ 1 ആർക്ക് കൊടുത്തത്? സിക്ക് കൊടുത്തത്. അപ്പോൾ മൊത്തം പ്രോഫിറ്റ് 1 ആയിരുന്നു, അല്ലെങ്കിൽ 1 ആയിരുന്നു. അതിൽ നിന്നും ഒരു പോർഷനാണ് 6ൽ 1 സിക്ക് കൊടുത്തതെങ്കിൽ റിമൈനിങ് പോർഷൻ ഓർ ബാലൻസ് പോർഷൻ എത്രയുണ്ടായിരിക്കും? 1ൽ നിന്നും 1/6 പോയാൽ ബാലൻസ് പോർഷൻ എത്രയാണ്? 1 മൈനസ് 1/6 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1 എന്ന് പറഞ്ഞാൽ 1/1 അല്ലേ? 1 ഈസ് ഈക്വൽ ടു 1/1. ഓക്കെ, അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 6. 1 × 6 മൈനസ് 1 × 1 ഡിവൈഡഡ് ബൈ 1 × 6 ഈസ് ഈക്വൽ ടു 1 × 6 ഈസ് ഈക്വൽ ടു 6 മൈനസ് 1 × 1 ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 6 ഈസ് ഈക്വൽ ടു 5/6. ഉണ്ടോ? ഇതാണ് റിമൈനിങ് പോർഷൻ ഓർ ബാലൻസ് പോർഷൻ. അത് തന്നെയാണ് ഇവിടെയും കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് ഡയറക്റ്റായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് അത് ഇക്വേഷൻ വെച്ച് അപ്ലൈ ചെയ്തതാണ്. അപ്പോൾ ഈ ബാലൻസ് പോർഷൻ കണ്ടുപിടിക്കണം. എന്തിനാണ് ബാലൻസ് പോർഷൻ കണ്ടുപിടിച്ചത്? മൊത്തം 6ൽ 1 കൊടുത്തിരിക്കുന്നത്. ദെൻ ഇപ്പോൾ 6ൽ 1 കൊടുത്തപ്പോൾ ബാലൻസ് ഒരു 5 പീസും കൂടി ബാലൻസ് ഉണ്ട്. അത് ഓൾഡ് പാർട്ട്നേഴ്സിന് എടുക്കാം. അപ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സ് അത് ഷെയർ ചെയ്യും. അതിന് വേണ്ടിയാണ് നമ്മൾ ബാലൻസ് പോർഷൻ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് ആൻസർ ചെയ്യാൻ ഈ റിമൈനിങ് പോർഷൻ കിട്ടിയാൽ നമുക്ക് ലാസ്റ്റ് ആൻസറിലേക്ക് വരാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് എയുടെ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാൻ പോവാണ്. എസ് ന്യൂ റേഷ്യോ ഓർ ന്യൂ ഷെയർ ഈസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കിക്കൊള്ളുക. എയുടെ പുതിയ ഷെയർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി എയുടെ ഓൾഡ് ഷെയർ എത്രയായിരുന്നു?
ഓൾഡ് ഷെയർ 3:2 അല്ലേ? 3:2 ആണ് എയുടെ ഓൾഡ് ഷെയർ പറയുന്നത്. ദാറ്റ് ഈസ് 3/5 ആണ് എയുടെ ഓൾഡ് ഷെയർ. ആ 3/5 പഴയ ഷെയർ ഉണ്ടായിരുന്നു. അതുകൂടാതെ ഇപ്പോൾ ഒരു റിമൈനിങ് പോർഷൻ കൂടെ കിട്ടിയില്ലേ? 5/6 ആണ് ബാലൻസ് പോർഷൻ. അതായത് സിക്ക് കൊടുത്തിട്ട് ബാലൻസ് പോർഷൻ 5/6 ഉണ്ട്. അത് ഫുള്ളും എക്കുള്ളതല്ല, ഒരു പാർട്ണർക്ക് മാത്രമുള്ളതല്ല, അത് 2 പേർക്കും കൂടി അവകാശപ്പെട്ടതാണ് 5/6 എന്ന് പറയുന്നത്. അവർക്ക് നിലവിലുണ്ടായിരുന്ന, അതായത് നിലവിൽ ഉള്ള പഴയ ഷെയറിന്റെ 5/6 കൂടി എക്ക് കിട്ടുന്നു. നിലവിലുണ്ടായ ഷെയർ എത്രയാണ്? പഴയ ഷെയർ 3/5 ആണ്. ദെൻ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ 5/6 കൂടി എക്ക് പുതുതായിട്ട് കയറി വരികയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്രയാണെന്ന് നോക്കാം. എയുടെ ന്യൂ ഷെയർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഓൾഡ് ഷെയർ ആയ 3/5 ഇൻറ്റു ദെൻ ഇപ്പോൾ നമ്മൾ ബാലൻസ് പോർഷനായ 5/6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 3/5 ഇൻറ്റു 5/6 എത്ര വരുന്നു? 5 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 15 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 6 ഈസ് ഈക്വൽ ടു 30. ഇതാണ് എയുടെ ന്യൂ ഷെയർ എന്ന് പറയുന്നത്. എയുടെ ന്യൂ ഷെയർ എന്ന് പറയുന്നത് എത്രയാണ്? 15/30. ഓക്കെ, നെക്സ്റ്റ് വൺ സെയിം തന്നെ ബീസ് ന്യൂ ഷെയർ ഓർ ന്യൂ, ഇവിടെ റേഷ്യോ ഒന്നും എഴുതണ്ട, ഷെയർ എന്ന് എഴുതാം. ന്യൂ ഷെയർ. ഓക്കെ, ബീസ് ന്യൂ ഷെയർ ഈസ് ഈക്വൽ ടു സെയിം മോഡൽ തന്നെ. ബിയുടെ ഷെയർ എത്രയാണ്? 3:2 ആയിരുന്നില്ലേ? അപ്പോൾ 3:2 എന്ന് പറയുമ്പോൾ 3/5, ഇവിടെ എയുടെ 3/5 ആണ്, ബിയുടെ 2/5 എഴുതി ഇൻറ്റു ദെൻ ആ റിമൈനിങ് പോർഷനും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇൻറ്റു 5/6 ഈസ് ഈക്വൽ ടു, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ നോക്കണ്ട, എങ്ങനെയായാലും നമുക്ക് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. പ്ലസ് മൈനസ് നോക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഓക്കെ, പിന്നീട് പറയാം. അപ്പോൾ ഇവിടെ 5 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 6 ഈസ് ഈക്വൽ ടു 30. ദെൻ ബിയുടെ ഷെയർ എത്രയാണ്? പുതിയ ഷെയർ 10/30. ഓക്കെ, അപ്പോൾ എയുടെയും ബിയുടെയും പുതിയ ഷെയർ കിട്ടി. ദെൻ നെക്സ്റ്റ് നമുക്ക് സിയും കൂടി വരുന്നില്ല ഇനി പുതുതായിട്ട്. അപ്പോൾ സീസ് ഷെയർ ഈസ് ഈക്വൽ ടു, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കൃത്യമായിട്ട് നമുക്കറിയാം 1/6 ആണെന്ന് കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. സിയുടെ പുതിയ ഷെയർ ഓർ സിയുടെ ഷെയർ 1/6 ആണെന്ന് പറയുന്നുണ്ട്. അത് ഡയറക്റ്റായിട്ട് അങ്ങോട്ട് എഴുതിക്കൊള്ളുക. അപ്പോൾ 3 പേരുടെ ഷെയർ കിട്ടി. എയുടെ പുതിയ ഷെയർ കിട്ടി, ബിയുടെ പുതിയ ഷെയർ കിട്ടി, അതേപോലെ സിയുടെ ഷെയറും കിട്ടി. എയുടെയും ബിയുടെ നോക്കിക്കേ, എയുടെ ഷെയറിൻ്റെ അകത്ത് ഡിനോമിനേറ്റർ 30 ആണ്, ഇവിടെയും 30 ആണ്. എന്നാൽ സിയുടെ ഷെയർ നോക്കുക, സിയുടെ ഷെയർ എത്രയാണ് ഡിനോമിനേറ്റർ വരുന്നത്? 6 ആണ്. അപ്പോൾ നമുക്ക് ആ 6നെ 30ലേക്ക് കൺവേർട്ട് ചെയ്യാം. കാരണം ഡിനോമിനേറ്റർ എല്ലാം സെയിം ആയിട്ട് ഇരിക്കണം, എങ്കിലേ റേഷ്യോ എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിന് 6നെ 30ലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇൻറ്റു 5, അപ്പോൾ 30 ആയി. അപ്പോൾ നമുക്ക് എഴുതാം അങ്ങനെയാണ്, 5 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 30. ഓക്കെ, അപ്പോൾ എയുടെയും ബിയുടെയും സിയുടെയും പുതിയ ഷെയർ കിട്ടുന്നു. താഴെ എഴുതാം, നോക്കാം. 15/30 എ, ദെൻ 10/30 ഫോർ ബി ആൻഡ് 5/30 ഫോർ സി. ഇതാണ് പുതിയ ഷെയർ എന്ന് പറയുന്നത്. 15/30, 10/30 ആൻഡ് 5/30. അപ്പോൾ നമുക്ക് റേഷ്യോ ആയിട്ട് എങ്ങനെ എഴുതാം? ഡിനോമിനേറ്റർ എല്ലാം കറക്റ്റാണ്, 30 തന്നെയാണ് 3 വരുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് റേഷ്യോ എഴുതാം. 15:10:5 എഴുതാം. 15:10:5 ഇതാണ് ന്യൂ റേഷ്യോ എന്ന് പറയുന്നത്. 15:10:5. നമുക്ക് ഒന്നും കൂടി ഇതിനെ ചെറുതാക്കാം. എങ്ങനെയാണ്? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പാടില്ലേ? 5, 3, ദെൻ 2, 1. അപ്പോൾ എത്ര വന്നു? 3:2:1. ഇതാണ് ന്യൂ റേഷ്യോ. 3:2:1. 3 ഫോർ എ, 2 ഫോർ ബി ആൻഡ് 1 ഫോർ സി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3:2:1. ദാറ്റ് ഈസ് 3/6, 2/6 ആൻഡ് 1/6. ഈ 6 വന്ന് എങ്ങനെയാണ്? 3 + 2 + 1. 3 + 2 5, 5 + 1 6. ദാറ്റ് ഈസ് 3/6, 2/6 ആൻഡ് 1/6. ഇതായിരിക്കും പുതിയ റേഷ്യോ, ന്യൂ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സിറ്റുവേഷൻ നമ്പർ 1. ഫസ്റ്റ് കേസാണ് പറഞ്ഞത്. കൺക്ലൂഡ് ചെയ്യുന്നു. നോക്കാം, ക്വസ്റ്റ്യൻ നോക്കുക. എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ്. എയും ബിയും പാർട്ട്നേഴ്സ് ആയിരുന്നു. റേഷ്യോ 3:2 എന്ന് പറയുന്നു. സി ആണ് പുതിയ പാർട്ട്ണർ. 1/6 ഷെയർ ആണ് സിക്ക് കിട്ടിയത്.
അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് നമ്മൾ 1 ആയിട്ട് അസ്യൂം ചെയ്തു. അതിൽ ആ 1-ൽ നിന്നുമാണ് 1/6 പോയത്. ടോട്ടൽ 1 ഉണ്ടായിരുന്നു, അതിൽ 6-ൽ ഒരു പോർഷനാണ് പോയിട്ടുള്ളൂ. അപ്പോൾ ബാലൻസ് പോർഷൻ കണ്ടുപിടിക്കണം. ബാലൻസ് പോർഷൻ എന്ന് പറഞ്ഞാൽ 1 മൈനസ് 1/6 ആണ്. ദാറ്റ് ഈസ് 5/6 കിട്ടുന്നു. 5/6 ആണ് ബാലൻസ് പോർഷൻ വരുന്നത്. അതാണ് ഇവിടെ കാണുന്നത് 5/6. ദെൻ ഇവിടെ കാണാം ടോട്ടൽ പ്രോഫിറ്റ് 1 മൈനസ് 1/6. 1-ൽ നിന്ന് 1/6 മൈനസ് ചെയ്യുന്നു, 5/6 വരുന്നു. ഈ 5/6 കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാം, ഓർ ന്യൂ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ 5/6 എന്ന് പറഞ്ഞാൽ ഇത് സിക്ക് കൊടുത്തതിൻ്റെ ബാലൻസ് പോർഷനാണ്. ആ ബാലൻസ് പോർഷൻ എയും ബിയും ഷെയർ ചെയ്യുന്നു. എങ്ങനെ ഷെയർ ചെയ്യുന്നു? അവർക്ക് നിലവിലുണ്ടായിരുന്ന ഷെയറിൻ്റെ ബേസിലാണ്. അതായത് ഫുള്ളും ഒരാൾക്ക് കിട്ടുകയല്ല, എയും ബിയും കൂടി ഷെയർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എയുടെ ന്യൂ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യാം. എസ് ന്യൂ ഷെയർ ഈസ് ഈക്വൽ ടു ഓൾഡ് ഷെയർ 3/5 ആണ്. 3/5 ഇൻറ്റു ഇപ്പോൾ കിട്ടിയ 5/6. 3/5 ഇൻറ്റു 5/6, അതായത് 5/6 എന്ന് പറഞ്ഞാൽ റിമൈനിങ് പോർഷൻ, ബാലൻസ് പോർഷൻ. അപ്പോൾ 3/5-ൻ്റെ 5/6 എക്ക് കിട്ടുന്നു. ദാറ്റ് ഈസ് 15/30. ദെൻ ബീസ് ന്യൂ ഷെയർ ഈസ് ഈക്വൽ ടു അതേ സെയിം മോഡൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. 10/30 വരുന്നു. സിയുടെ ഷെയർ 1/6 കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ 1/6 ആയതുകൊണ്ട് 30-ലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 5/30. ഓക്കെ, ലാസ്റ്റ് നമ്മളത് കിട്ടിയ ആൻസർ ഇവിടെ കൃത്യമായിട്ട് എഴുതുന്നു. 15/30, 10/30 ആൻഡ് 5/30. ഇതിനൊന്നും കൂടി കട്ട് ചെയ്തതാണ്. കട്ട് ചെയ്തപ്പോൾ സോറി, നമുക്ക് ഡിനോമിനേറ്റർ എല്ലാം സെയിം ആയതുകൊണ്ട് അതിനെ കട്ട് ചെയ്ത് കളഞ്ഞു. ദാറ്റ് ഈസ് 15:10:5. ഈ 15:10:5 എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് അതിനെ കട്ട് ചെയ്യാം, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ 3:2:1 എന്ന് വരുന്നു. ദാറ്റ് ഈസ് 3/6, 2/6 ആൻഡ് 1/6. ഇതാണ് ന്യൂ റേഷ്യോ. ഇതാണ് ഫസ്റ്റ് സിറ്റുവേഷൻ ഓർ ഫസ്റ്റ് കേസ്. ഇതേപോലെ 4 മെത്തേഡ് കൂടിയുണ്ട്. അപ്പോൾ ഈ മെത്തേഡ് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ ഇതേപോലെ സെയിം മോഡൽ ക്വസ്റ്റ്യൻ പല ക്വസ്റ്റ്യൻസ് ഇതേപോലെ ആൻസർ ചെയ്ത് നോക്കുക. ദെൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് മെത്തേഡ്സ് പരിചയപ്പെടാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ബുക്കിലേക്ക് എഴുതി അത് ആൻസർ ചെയ്ത് റഫ് ബുക്കിൽ വേറെ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.